എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ പറയുന്നത് ഒരു സ്പെഷ്യൽ കൃഷ്ണാനുഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ഓഡിയോ കേൾക്കാറില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ അയച്ചു തരുന്ന ടെക്സ്റ്റ് ആണെങ്കിലേ ഞാൻ വായിക്കാറുള്ളൂ. എനിക്ക് ഈ സമയം കിട്ടാറില്ല. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ വരുമ്പം ഓഡിയോ ആയിട്ട് ചിലരൊരു മണിക്കൂറൊക്കെയുള്ള ഓഡിയോ ഒക്കെ അയച്ചു തന്നാലും ഞാൻ ബുദ്ധിമുട്ടിലായി പോകും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അയച്ചു തന്ന അമ്മയ്ക്ക് മലയാളം എഴുതാനും ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല. തമിഴ്നാടാണ്. അമ്മയ്ക്ക് സംസാരിക്കാൻ അറിയാം. സംസാരിക്കാൻ വെച്ചാൽ മലയാളവും തമിഴും കിടന്ന ആ ഒരു സ്ലാങ് അല്ലേ, നമ്മൾ കേൾക്കുമ്പോൾ രസം ഉണ്ടാവുമല്ലോ. മലയാളം അറിയാത്തവർ സംസാരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു രസമാണല്ലേ. അങ്ങനെ രസത്തോടെ ഒരു ഭക്തിമാർഗ്ഗത്തിൽ ഭക്തിയുടെ സ്റ്റൈലിൽ അമ്മ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. 5 മിനിറ്റ് ഉണ്ട്. കുറേ ദിവസമായിട്ട് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെന്നൈയിൽ താമസിക്കുന്ന അമ്മയും കുടുംബമാണ്. അവർ ഗുരുവായൂർ സ്ഥിരം വരാറുണ്ട്. അപ്പം ഗുരുവായൂർ ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയം, ചെന്നൈയിൽ ശ്രീകൃഷ്ണ ജയന്തി, ഗുരുവായൂർ ശ്രീകൃഷ്ണ ജയന്തി, ഗുജറാത്തിലുള്ളതൊക്കെ ഓരോ ആഴ്ചയുടെ ഡേറ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവർ അങ്ങനെ അത് വിചാരിച്ചിട്ട് ശ്രീകൃഷ്ണ ജയന്തി അല്ല എന്നുള്ള ഒരു ഡേറ്റിലാണ് നാട്ടിലേക്ക് ഗുരുവായൂർ വരുന്നത്. ഗുരുവായൂർ വന്ന് പിന്നെ ഉള്ളിൽ കയറുന്നതിന് മുമ്പേ അവർ ഷോപ്പിംഗ് ഒക്കെ കുറച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ ഉള്ള ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴാൻ പറ്റില്ല കേട്ടോ. രാത്രി ശ്രീകൃഷ്ണ ജയന്തിയുടെ ക്യൂ തുടങ്ങും, പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോഴാണ് അവർ വിചാരിക്കുന്നത്, അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആണോ? അപ്പോൾ ഏതായാലും നെയ്വിളക്ക് ഷീട്ടാക്കിയിരുന്നു. അങ്ങനെ നെയ്വിളക്കിൻ്റെ ക്യൂവിൽ നിന്ന് ഉള്ളിൽ ഭഗവാനെ കാണാൻ നോക്കുമ്പോൾ എന്താണ്, അഭിഷേകമാണ് നടക്കുന്നത്, ജലത്തിലുള്ള അഭിഷേകം. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, അലങ്കാരങ്ങളൊന്നും കാണാൻ പറ്റാഞ്ഞൊരു സങ്കടം ഉണ്ടായിരുന്നു. അത് ഭഗവാനോട് മനസ്സിൽ ചെറുങ്ങനെ ഒന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുറത്തിറങ്ങി. പിന്നെ ഒരു 8 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നു. ഇതൊക്കെ പറയുന്നത് തമിഴിലെ ആ ഒരു മലയാള കലർന്ന സ്ലാങ്ങിലാണ്. അത് നിങ്ങളോട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അമ്മയുടെ ഓഡിയോ തന്നെയായിരുന്നു സംപ്രേഷണം ചെയ്യാൻ നല്ലത്. പക്ഷേ ഞാൻ തന്നെ പറയുകയാണ്. അപ്പം വീണ്ടും 8 മാസം കഴിഞ്ഞു. വീണ്ടും ഗുരുവായൂരെത്തി. ഗുരുവായൂർ അങ്ങനെ ഉള്ളിൽ ക്യൂ നിൽക്കുകയാണ്. ക്യൂ നിൽക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ അമ്മയുടെ മുന്നിൽ ഒരു 80 വയസ്സൊക്കെ ആയ ഒരു അമ്മയും ഒരു കൊച്ചുമോളും നിൽക്കുന്നുണ്ട് ക്യൂവിൽ. അപ്പോൾ അവർ തൊഴാനായിട്ട് മുന്നോട്ടെത്തിയപ്പോൾ, സോപാനപ്പടിയുടെ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ അവർ തട്ടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ അമ്മ പിന്നെ ബാക്കിലുള്ള ആളെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് ഈ അമ്മയും മോളും മുന്നോട്ട് നീങ്ങിയത്. അതിന് പിന്നിലായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഈ അമ്മയിൽ നിന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അമ്മ പറയാണ്, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ സങ്കടം പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ആ മുത്തശ്ശിയെ തൊഴാൻ അവിടെ കുറച്ച് നേരം മുത്തശ്ശിക്ക് തൊഴാൻ പറ്റി. അവരുടെ കൂടെ നിന്നിട്ട് ഈ അമ്മയ്ക്കും അവിടെ കുറച്ച് നേരം ഭഗവാന്റെ അലങ്കാരങ്ങളൊക്കെ കണ്ട് തൊഴാൻ പറ്റി. സ്വാമി അത് കാണിച്ചു എന്നാണ് പറയുന്നത്. സ്വാമി എന്നാണല്ലോ തമിഴിൽ പറയുക. അങ്ങനെ സ്വാമിയെ കണ്ട സന്തോഷത്തിൽ അത് വോയിസായിട്ട് എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അതെല്ലാവരോടും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ, മലയാളികളായിട്ടുള്ള ഭക്തരും തമിഴായിട്ടുള്ള ഭക്തരും ഒക്കെ ഗുരുവായൂർ വരാറുണ്ടല്ലേ, നമ്മളൊക്കെ കാണാറുണ്ട്. അപ്പം ഈ ഒരു ഭാഷയിൽ ആ ഒരു മിക്സ് ലാംഗ്വേജിൽ എനിക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അമ്മ കുറേ ദിവസമായിട്ടോ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ് വൈകിയതിന്. അപ്പം എല്ലാവരും കേൾക്കുക, അമ്മയുടെ അനുഭവം കേൾക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക. അമ്മയോട് പറയാണ്, വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. പിന്നെ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ജോയിൻ ബട്ടണിലൂടെയൊക്കെ വരണം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഗ്രൂപ്പിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹരേ കൃഷ്ണ.